പ്രിയമുള്ളവരെ, നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിന് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്നിവിടെ നടക്കാം. ഹലോ ബാല, നീ എന്താ ഇവിടെ? പറഞ്ഞോ. ഹലോ, നീ അങ്ങോട്ട് ഇറങ്ങി നിൽക്കവിടെ. നോക്കണ്ടേ ആളുകൾ സംസാരിക്കണ്ടേ? നോക്കാൻ അവിടെ സൗണ്ടിന്റെ ആൾക്കാരെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇവിടെ റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ നടക്കാൻ പോവാണെന്ന്. നോട്ട പ്രഭാരട്ട തിക്കും തിരക്കുണ്ടാക്കണം. എന്തിനാ ഇത്ര നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളടിച്ച് പിറ്റായിട്ടാ വന്നിക്കുക? എടാ ബാല, അത് മാന്യന്മാര് വന്നിക്കണ ഒരു സ്റ്റേജ് അല്ലേ ഇത്? ഇവിടെ പരമാന്യൻ, ഇവിടെ മാന്യന്മാരുണ്ടോ? ഇപ്പം തന്നെ കണ്ട മാന്യനാ തോന്നില്ല എനിക്ക്. ആര്? ഞാനെന്താ മാന്യനല്ലേന്ന്? എന്താടാ മാന്യനെ? എന്താ എന്റെ മാന്യതയ്ക്ക് ഒരു കുറവ്? കുഴപ്പമില്ലാത്ത നിങ്ങൾ മാന്യൻ. അതെ, ഞാൻ മാന്യൻ തന്നെ. അതെന്ന് കഷ്ടത് നിങ്ങൾ മാന്യനെ? ഇതെന്താ തിക്കും തിരക്കും നാട്ടുകാർക്കൊക്കെ അറിയില്ലേ നിങ്ങൾ മാന്യനാന്ന്? എല്ലാവർക്കും അറിയാം, ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങൾ മാന്യനാന്ന്. അങ്ങനെ പറ. എല്ലാവർക്കും അറിയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള്? അറിയില്ലേ? അവിടെ രാത്രി 12 മണിക്ക് തലയിൽ തുറത്ത് കെട്ടി ബീഡി വലിച്ചു വരുന്നത് ആരാ? മാന്യൻ. എടാ, അത് വല്ല മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് പണിയൊന്നുമില്ലോ. രാത്രി 12 മണിയാകുമ്പോ തലയിൽ തോർത്തും കെട്ടി ബീഡി വലിച്ചു വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ്. എടാ ബാല, ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം. നിങ്ങൾ കേൾക്കണം, ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം കാണും. അതോട്ട് നിങ്ങൾ പേടിക്കണ്ട. 10,000 നെല്ലിണ്ടെങ്കിൽ 3 വരില്ലേ? കിടക്കേണ്ട ജനങ്ങളുടെ മുമ്പിൽ എന്റെ മാന്യത തെളിയിക്കാൻ വന്നോനാ നീ. എടാ, ആദ്യം അവനവൻ നന്നാവണം. നീ വലിയ മാന്യനാ. എന്റെ മാന്യതയ്ക്ക് കുഴപ്പം? എന്റെ മാന്യത ഇവർക്കൊക്കെ അറിയാലോ. നിങ്ങൾ കേൾക്കണം, ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ച ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ വെക്കണ ഒരു ചൈനക്കാരി പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കണ്ട, ഒരു ചൈനക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് 6 മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു. ആയിക്കോട്ടെ എന്ന് എല്ലാവർക്കും അറിയില്ലത്. ചൈനയുടെ സാധനങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഉപേക്ഷിച്ചു. എന്താ കുഴപ്പം? ഒന്നാമത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, റേഡിയോ മാങ്ങ തുടങ്ങാൻ പോവാണ്, നീ അങ്ങോട്ട് മാറി നിൽക്കവിടെ. അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. പ്രിയമുള്ളവരെ, റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ, ഇന്ന് പരിപാടിയിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ ബാർ സിംഗർ എന്ന പരിപാടിയിലൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത് സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഭരത് സാർ. നമസ്കാരം സാർ. ഒതുങ്ങി നിൽക്കവിടെ, മനസ്സിലായി? മുണ്ടഴിച്ചിട്ട് ആൾക്കാർ കാണില്ലേ? എടാ, മടിക്കുത്ത് അഴിച്ചിട്ട് ബഹുമാനിക്കാൻ. സാറേ, തുടങ്ങാല്ലേ സാറേ? പ്രിയമുള്ളവരെ, റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട്. ഓരോരുത്തരെയായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിന്റെ പാട്ടായിക്കോട്ടെ, അത് പറയും. നമ്മുടെ പാട്ട് ഇട്ട് കൊടുക്കുക ആദ്യം. അങ്ങോട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല. ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ. റേഡിയോ മാങ്ങ പറഞ്ഞാൽ ഞാൻ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള ആളെന്നല്ല. അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. പാടാൻ പറ്റില്ല പറഞ്ഞ സാറേ, കുഴപ്പമുണ്ടോ? അവിടെ കുഴപ്പമില്ലെന്ന്. സാറേ, സാർക്ക് ബാലനെ അറിയാഞ്ഞിട്ടാണ്. ബാലൻ പാടിയ ശരിയാവില്ല. ബാലനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. പാട്ട് പറഞ്ഞവർക്ക് പഠിക്കൂടെ? കുഴപ്പമുണ്ടോ? അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങയ്ക്ക് പ്രശ്നമില്ല, പിന്നെ മാങ്ങയുടെ അണ്ടിക്കുന്ന പ്രശ്നം. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കുന്നു. എന്തായാലും സാറ് കൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത്. ബാലന്റെ ഗാനം ആലപിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ വലിയ ഇത് ജയേന്ദ്രൻ ഇതൊന്നല്ല, യേശുദാസ് എന്നല്ലെങ്കിലും നിങ്ങളുടെ പൊന്നാമനപുത്രൻ ബാലൻ ഒരളകാവും. ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല, വേറെ എവിടെ അല്ലോ. വെറുതെ കിടന്ന് തിക്കും തിരക്കുണ്ടാക്കല്ലേ നിങ്ങൾ. സുഹൃത്തുക്കളെ, ഇതാ വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. റെഡോ മാങ്ങയ്ക്കു അഭിമാനമാകും, റെഡോ മാങ്ങയ്ക്കു അഭിമാനമാകും. സിംഗറാം ബാല, നിനക്കഭിവാദ്യം. ബാലൻ ഒരു കാലൻ സ്മോൾ അടിവീരൻ, അറുബോറൻ അടിപിടി കൂടി തടികേടായി മാറി ബോറൻ ബോറൻ ബോറൻ. ജാനോ 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 ജാനോ.
വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് കയ്യടിക്ക് പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ ബാലൻ പാടിയിരിക്കുകയാണ്. കയ്യടിച്ചിട്ട് നിങ്ങൾ തിക്കുന്നതിരക്കുണ്ടാക്കാൻ. ഇനി നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം. സാറേ, ബാല, എന്താ സാറേ? സംഗതി പോയല്ലോ ബാല. ഞാനറിയാതെ. ശ്രുതി എവിടെ? ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂര് വരെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങടെ പോയിന്ന് കണ്ടില്ല. ടെമ്പോ വന്നില്ലല്ലോ ബാല. ടെമ്പോ ഇല്ലേക്ക് മീൻ കച്ചവടല്ലേ, ഞാൻ MIT വന്ന്. ശ്രദ്ധിക്കണം ബാല, ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ പോട്ടെ ബാല, ആരാ ബാല ഗുരു? ശ്രീനാരായണ ഗുരു അല്ലേ? അതല്ല ചോദിച്ചത്, പാട്ടിലാരാ ബാലന്റെ ഗുരു? പാട്ടില് നമ്മുടെ അച്ഛൻ തന്നെയാണ് നമ്മുടെ ഗുരു. ആണോ? എന്താ ബാല അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പ ഭാഗവതര്. തങ്കപ്പ ഭാഗവതർ? ഞാൻ കേട്ടിട്ട് പോലുമില്ലല്ലോ ബാല. സാറ് കേട്ടിട്ടില്ല എന്നല്ലോ ഉള്ളു, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് ശരി ബാല, ശ്രദ്ധിക്കണം ബാല. ബാലൻ പാടുമ്പോ ഈ ഷാർപ്പാണ് പാടുന്ന ബാലൻ. ഷാപ്പിലൊന്നും ഞാൻ ഇപ്പൊ പാടാറില്ല, പരിപാടി നിർത്തി. ഷാർപ്പല്ല ബാല, ഷാർപ്പ് ഷാർപ്പ്. അതായത് ബാലൻ ഹൈപ്പിച്ച് പാടുമ്പോ ബാലൻ ആ ടോപ്പ് ഒന്ന് പാടിയേ. വ്യത്യസ്തനാമൊരു സിംഗറാം ബാലനെ. നിർത്തിക്ക് ബാല, നിർത്തിക്ക്. നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടോ കൈ പോയത് കണ്ടു, ശബ്ദം വന്നില്ല. തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല. അതന്നെ പാടുമ്പോ എല്ലാവർക്കും പ്രശ്നം, പറഞ്ഞു കൊടുക്കാൻ സുഖ. ബാലന് പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതില്? ഞാനോ? ആ സ്വരങ്ങൾ പാടി ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാ 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 പാപ്പനി പാപ്പന് പാനി പാപ്പന് പാനി. പാപ്പന് പനിയോ? പനിയല്ല, കുഷ്ഠം. ബാല, ഞാൻ സ്വരത്തിന്റെ സ്ഥാനം പറഞ്ഞ ബാല. പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി. കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ്. സാറിന് തെറ്റി. നമ്മൾ തുടങ്ങിയത് OPRലാണ്. അത് സാറിന് കറക്റ്റായിട്ട് സംഭവം മനസ്സിലായിട്ടില്ല. അതല്ല ബാല, ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തപുരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിലെത്തിയപ്പോ അത് ബാലൻ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ്, ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? ബാലന് പറഞ്ഞത് മനസ്സിലായോ? ബാലന് കല്യാണി കഴിഞ്ഞു, ഋഷഭം കഴിഞ്ഞു, പന്തപുരാളി. ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജെട്ടാണോ പാടിയത്? ഇട്ടിട്ടില്ല ബാല. സാറ് എന്തുദ്ദേശിക്കുന്നത്? ബാലന് മനസ്സിലായില്ലല്ലേ? കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത്. ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് സാർ ഇതൊക്കെ സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ലാണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടാ. ബാല ഒന്ന് ആലോചിച്ച് നോക്ക് ബാല. എന്തിപ്പോ ആലോചിക്കും, നമ്മള് നേരം നോക്കുമ്പോ പല്ലിച്ച് കുളിച്ച് ബാലന്റെ ഏത് ഷഡ്ജറ്റുണ്ടെന്നേ എന്ത് വർത്താനായി പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാ. ഇല്ല ബാല, ബാലൻ ഷഡ്ജറ്റ് എനിക്ക് ഉറപ്പ് പറയും. ഞാൻ ബാലൻ എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത്. സംഭവം സാറ് പറഞ്ഞു ചിലപ്പോ ശരിയോ. കാരണം ഈ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷഡ്ജത്തിന്റെ ഗുണം ഉണ്ടാവില്ല. അത് ഉറപ്പാ. അത് സാറ് പറഞ്ഞു ശരിയാ. ചിലപ്പോ അവള് എടുത്ത് തന്നത് തെറ്റിയതാവും. സാനിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം. ഇല്ല ബാല, ഞാൻ ഉറപ്പ് പറയുന്നു ബാലൻ ഷഡ്ജം ഇട്ട് പാടിയില്ല. സാറിന് വേണമെങ്കിൽ അതിന്റെ കളർ പറഞ്ഞുതരാൻ നീല. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യപ്പത്? ബാല, സംഗീതത്തിലെ ഷഡ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല ബാല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും.
ആ ഇത് നിങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ സ്വർണം വലിയൊക്കെ ആവും. നമ്മൾ വല്ല വച്ചാ നീല ചുമപ്പൊക്കെയാണ് സാറേ. നമുക്കൊന്നും അതിന് പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല, കാരണം ബാലൻ ഷഡ്ജം വിട്ട് പാടിയിട്ടില്ല. കാരണം ബാലൻ ഷഡ്ജം വിട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോയില്ലായിരുന്നു. കഷ്ടം നോക്കും ഈശ്വര. ശ്രദ്ധിക്കണം ബാല, ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അസലായിരുന്നു ബാലിന് മനസ്സിലായല്ലോ. ബാലിന് ശ്രമിച്ചാൽ നടക്കുമെന്നാണ് സാറ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി സാറിന്റെ മാർക്ക് അറിയാം. സാർ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഷഡ്ജമില്ലാതെയല്ലേ പാടിയത്. ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല, ഞാനൊരു 40 അങ്ങിട്ടിരിക്കുകയാണ്. എന്തായാലും സാറ് ബാലിന് 40 മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഒരു 40 മാർക്ക്. എന്നാ ഞാനും ഒരു 40 ഇട്ടു. അതെന്തിനാ ബാല? ഒരു 120 ഇല്ലാതെ നല്ല സാധനം കിട്ടില്ല ഇപ്പോ. ആണോ? എന്നാ പിന്നെ തെണ്ടിക്കോ ബാല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പാട്ട് കേട്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഇത് സംഭവം ഇട്ടിട്ടില്ല എന്നൊക്കെ നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട, ഈശ്വരനെ അറിയാം. നമ്മളെ തർക്കത്തിന് വന്നതല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു 40 ഇട്ടുണ്ട്. ഇവിടെയും ഒരു 40 ഇട്ട സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ വോട്ട് ചെയ്യണം. മൈ ഫോർമാറ്റ് W എന്ത് പണ്ടാറൊക്കെ നോക്കി ചെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ സാറേ, ഓക്കെ ബാല. സാധനം ഉണ്ട് ഇവിടെ കേട്ടോ. മാങ്ങയ്ക്കുണ്ട്, മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ.